Hello everyone, welcome to EduPod Plus 2 Commerce and Humanities channel. It's me, your Nafi. അപ്പോൾ മക്കളെ എല്ലാവർക്കും പ്ലസ് ടു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ പ്ലസ് ടു ഹിസ്റ്ററിയുടെ മോഡൽ എക്സാം ഇവിടെ അടുത്തെത്തി. പബ്ലിക് എക്സാമിന് വളരെ കുറച്ച് ദിവസമുള്ളൂ. അപ്പോൾ ഈ മോഡലും പബ്ലിക്കിനും 100% ഉറപ്പായും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, ക്രോണോളജിക്കൽ ഓർഡർ അഥവാ കാലഘടനാക്രമത്തിൽ എഴുതല്ലേ. നിങ്ങൾ പ്ലസ് വൺ ചെയ്ത സംഭവമാണ്, അതായത് നിങ്ങൾ കുറച്ച് സംഭവങ്ങൾ തരും. ആ സംഭവങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ വർഷങ്ങൾ തരില്ല, നിങ്ങൾ വർഷം ഓർത്തെടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഓർഡർ ആക്കി എഴുതണം കേട്ടോ. അപ്പോൾ നമ്മുടെ അവസാനത്തെ 2 ചാപ്റ്റർ, ഹിസ്റ്ററിയിലെ 14-ാമത്തെയും 15-ാമത്തെയും ചാപ്റ്റർ ഉണ്ടല്ലോ, കേരളത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ചാപ്റ്റർ, ആ ചാപ്റ്ററിൽ നിന്നാണ് ക്രോണോളജിക്കൽ ഓർഡർ അഥവാ കാലഗണനാക്രമം എഴുതാനുണ്ടാവും കേട്ടോ. അപ്പം ഈ കാര്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇതേപോലെയാണ് നിങ്ങൾക്ക് എന്ത് വരെ ക്വസ്റ്റ്യൻ വരിക. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ അല്ലേ, താഴെ പറയുന്നവ കാലക്രമത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്രമീകരിക്കാൻ. ഈ ഒരു രീതിയിലാണ് എന്ത് ചോദിക്കുക, ക്വസ്റ്റ്യൻ ചോദിക്കുക. എന്നിട്ട് സംഭവങ്ങൾ തരും. ഈ സംഭവങ്ങളെ നിങ്ങൾ വേണം എന്താക്കി എഴുതാൻ, വർഷങ്ങൾ ഓർത്തെടുത്ത് ഓർഡർ ആക്കി എഴുതാനുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ പിടിച്ചോ, ഒന്നാമത്തെ പിടിച്ചോ. ഫസ്റ്റത്തെ ഏതാടാ, ഈ 1498 ആരാത്തിയത്, വാസ്കോഡി ഗാമ കോഴിക്കോട് എത്തിയതാട്ടെ. ഇത് ഇയറിലാണ്, 1498 1577 എന്താ, പോർച്ചുഗീസ് എസ്റ്റാബ്ലിഷ് പ്രിന്റിംഗ് ഇൻ കേരള. കേരളത്തിൽ എന്ത് സ്ഥാപിച്ചു, പോർച്ചുഗീസുകാർ അച്ചടി കൊണ്ടുവന്നു. ദ ഡച്ച് റീച്ചസ് ഇൻ കാലിക്കറ്റ് ഏത് വർഷമാണ്, 1604. ആറ്റിങ്ങൽ റിവോൾട്ട് അഥവാ ആറ്റിങ്ങൽ കലാപം, വർഷം ഓർത്ത് വെച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1721 ആട്ടോ, 1721. 1729 മാർത്താണ്ഡ വർമ്മ ബിക്കംസ് കിങ് ഓഫ് ട്രാവൻകൂർ. തിരുവിതാംകൂറിന്റെ ഭരണാധികാരിയായിട്ട് ആര് മാറുകയാണ്, മാർത്താണ്ഡ വർമ്മ മാറുകയാണ്. 1740, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കൊളച്ചൽ യുദ്ധം, ദ ബാറ്റിൽ ഓഫ് കൊളച്ചൽ. കൊളച്ചൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. അടുത്ത ഫസ്റ്റ് പ്രിന്റഡ് ബുക്ക് ഇൻ മലയാളം, സംക്ഷേപ വേദാർത്ഥം അല്ലെ. സംക്ഷേപ വേദാർത്ഥം എന്ന് വിളിക്കുന്ന മലയാളത്തിലെ ആദ്യത്തെ അച്ചടി പുസ്തകം എന്നത് ഏത് വർഷമാണ്, 1772. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. അടുത്ത പഴശ്ശി റിവോൾട്ട് ആണ്. പഴശ്ശി കലാപം ആരംഭിച്ചത് ഏത് വർഷമാണ്, 1893. 1805 എന്ത് ചെയ്യുന്നത്, ബ്രിട്ടീഷുകാർ ട്രാവൻകൂർ അഥവാ തിരുവിതാംകൂർ റൂളറുമായിട്ട് എന്ത് ചെയ്യാണ്, സഹകരിക്കുന്നത് കേട്ടോ. പിന്നെ 1809 എന്തുള്ളത്, കുണ്ടറ പ്രോക്ലമേഷൻ അഥവാ കുണ്ടറ വിളംബരം, ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കും കേട്ടോ. 1812 കുറിച്യ കലാപം ഉണ്ട്. 1817 ഗൗരി പാർവതി ബായി തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം കൊണ്ടുവന്നു. 1841 എന്ത് ചെയ്യുന്നത്, റവ ഹബിക് സെറ്റപ്പ് ആൻഡ് ഇംഗ്ലീഷ് സ്കൂൾ വെച്ച് ഭരണശ്ശേരി കണ്ണൂരിൽ എന്ത് ചെയ്യാണ്, ഭരണശ്ശേരി സ്കൂൾ സ്ഥാപിച്ചു. മലയാളത്തിലെ ആദ്യത്തെ പത്രമായിട്ടുള്ള ന്യൂസ് പേപ്പർ ആയിട്ടുള്ള രാജ്യസമാചാരം എന്നത് ഏത് ഇയറിലാണ്, 1847. അടുത്ത് പഠിച്ചു വെക്കണേ. ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾക്ക് പ്ലസ് ടുവുമായിട്ട് ബന്ധപ്പെട്ട് സംശയങ്ങൾ, എന്തെങ്കിലും ടെൻഷൻസ് ഒക്കെ ഉണ്ട്, നിങ്ങൾ എന്ത് ചെയ്തോ, എൻ്റെ nafi.edupod എന്ന ഈ ഒരു ഇൻസ്റ്റാഗ്രാമിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചു. ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ ഫോളോയും ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് മെസ്സേജ് അയച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഇത് ഭാവിയിൽ ഉപകാരപ്പെട്ടോ. അടുത്ത എന്താടാ, റോയൽ പ്രോക്ലമേഷൻ വാസ് ഇഷ്യൂഡ് പെർമിറ്റിംഗ് ദ ചാനാർ വുമൻ ടു വിയർ ജാക്കറ്റ് അല്ലെ. ചാനാർ സ്ത്രീകൾക്ക് ജാക്കറ്റ് ധരിക്കാൻ അല്ലെങ്കിൽ മേൽവസ്ത്രം ധരിക്കാനുള്ള അനുമതി കൊണ്ടുവന്ന ഏത് വർഷമാണ്, 1859. 1862 ബ്രണ്ണൻ സ്കൂൾ തലശ്ശേരിയിൽ വന്നത്. 1866 പാലക്കാട് വിക്ടോറിയ ഹൈസ്കൂൾ വന്നു. 1875 തിരുവനന്തപുരത്ത് മഹാരാജാസ് കോളേജ് എന്ത് ചെയ്യാണ്, എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. പിന്നെ 1891 മലയാളി മെമ്മോറിയൽ, ഓർത്ത് വെച്ചോ, മലയാളി മെമ്മോറിയൽ ഏത് വർഷമാണ്, 1891. പിന്നെ സി ശങ്കരൻ നായർ എന്ത് ചെയ്യാണ്, അമരാവതി സെഷൻ ഓഫ് കോൺഗ്രസിലെ, കോൺഗ്രസിന് അമരാവതി അതിന് അധ്യക്ഷത വഹിച്ചത് ആരാണ്, ശങ്കരൻ നായർ. ഏത് വർഷമാണ്, 1897. 1920 മഞ്ചേരിയിലെ രാഷ്ട്രീയ സമ്മേളനം. 1921 എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ മലബാർ കലാപം നടക്കുന്നുണ്ട്. അഖില കേരള കോൺഗ്രസിന്റെ മീറ്റിംഗ് നടന്നത് ഏത് വർഷമാണ്, 1921. വൈക്കം സത്യാഗ്രഹം 24-25. ഗുരുവായൂർ സത്യാഗ്രഹം 31-32. അത് മാത്രമല്ല 1936 ടെമ്പിൾ എൻട്രി പ്രോക്ലമേഷൻ അല്ലേ, അതായത് ക്ഷേത്ര പ്രവേശന വിളംബരവും അതേപോലെ പട്ടിണി ജാഥ AK ഗോപാലൻ നടത്തിയ പട്ടിണി ജാഥയും ഏത് വർഷമാണ്, സെയിം വർഷം തന്നെ കേട്ടോ. പിന്നെ അടുത്ത ഏതാണ്, ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി, അതായത് പിന്നീട് കേരള യൂണിവേഴ്സിറ്റി എന്നുള്ള പേര് വന്ന ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിച്ച വർഷം 1930. കയ്യൂർ കലാപം 1941. കിയരിയൂർ ബോംബ് കേസ് 1942. പുന്നപ്ര വയലാർ റിവോൾട്ട് 1946. പാലിയം സത്യാഗ്രഹം 1947. ഇന്റഗ്രേഷൻ ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചി, തിരുവിതാംകൂറിനെയും കൊച്ചിയെ ലയിപ്പിച്ചത് ഏത് വർഷമാണ്, 1949. 1956 നവംബർ 1 കേരള സ്റ്റേറ്റ് അഥവാ കേരള സംസ്ഥാനം രൂപം കൊണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഭാഗത്ത് നിന്ന് കൂടുതലായിട്ടും എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഓരോ തവണയും പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടോ. അതായത് ഇയർ നിങ്ങൾക്ക് തരില്ല, സംഭവങ്ങളാണ് തരിക. അപ്പോൾ ഇയർ അനുസരിച്ച് നിങ്ങൾ ഇതിന് എന്ത് ചെയ്യുക, ഒന്ന് ഓർഡറിലാക്കുക കേട്ടോ. അപ്പോൾ ഈ സംഭവങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇതിന് ആൻസർ ഒന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും നിങ്ങൾ പഠിക്കുന്ന സ്കൂളും കൂടി ചെയ്തിട്ടൊന്ന് ടൈപ്പ് ചെയ്യട്ടോ. അടുത്തതാണ്, ഇത് ഒരു തവണ പബ്ലിക് എക്സാമിന് ചോദിച്ചതാണ്. അപ്പോൾ ഇതിലൊക്കെ ഉണ്ടോ, ഈ കുണ്ടറ വിളംബരം, വൈക്കം സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം ഒക്കെ എക്സാമിന് റിപ്പീറ്റ് ചോദിച്ചാട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണേ. അടുത്തത് കണ്ടോ, യെസ് കണ്ടോ,
എന്ത് ചെയ്യുക, പിന്നെ ഒന്ന് ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അടുത്ത കണ്ടോ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഇതിൻ്റെ ആൻസേഴ്സും എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടോ. ഓക്കെ, അപ്പോൾ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക എക്സാമിന് ചോദിക്കുക. അപ്പോൾ ഇതിനൊക്കെ ആൻസേഴ്സ് നിങ്ങൾ കറക്റ്റ് ഓർഡറിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആൻസർ ആക്കിയിട്ട് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര് നിങ്ങൾ പഠിച്ച സ്കൂൾ കൂടി ചെയ്തിട്ട് എന്ത് ചെയ്യുക ഒന്ന് ടൈപ്പ് ചെയ്യുക കേട്ടോ. അടുത്ത ലാസ്റ്റ് ആണ് കേട്ടോ ഇത്രയും സംഭവങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് കറക്റ്റ് ഓർഡറിലാക്കിയിട്ട് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. കാരണം എന്നാൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആൻസേഴ്സ് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന് ആൻസർ നിങ്ങൾ കറക്റ്റായിട്ട് എന്ത് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. അപ്പോൾ നന്നായി പഠിക്കുക, ഉഷാറായി പഠിക്കുക, സൂപ്പറായി പഠിക്കുക. മോഡൽ എക്സാം ഈസി ആവട്ടെ, പബ്ലിക് എക്സാം ഈസി ആവട്ടെ. ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ nafi.edu അയച്ച് ചോദിക്കട്ടോ. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായിട്ട്. അതുവരേക്കും ബൈ.